ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ വേനലവധിയൊക്കെയാണ്. നമുക്ക് കുട്ടികൾക്ക് നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. മുരിങ്ങയില കൊണ്ടൊരു ഹെൽത്തി ഡൈമനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സ്പൂണോ പഞ്ചസാര ഇടുക, ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കുക, ഇളയ്ക്കുമ്പോൾ ഇല ഇടുക. മുരിങ്ങയില നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് അരച്ചെടുച്ചിട്ട് വേണം നമുക്ക് കുഴയ്ക്കാൻ. ഈ സമയത്ത് സ്വല്പം ഉപ്പൂടെ. ഇപ്പോൾ 250 ഗ്രാം മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിന് ഒരു 3/4 ജാർ പേസ്റ്റ്, ഇലയുടെ പേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് എള്ളിട്ട് കൊടുക്കാം. അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും ഇത് വെക്കേണ്ട കാര്യമില്ല. ഉടനെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾ, ചപ്പാത്തിയുടെ വലിപ്പത്തിലുള്ള ബോളുകളാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. എല്ലാ വീട്ടിലും മുരിങ്ങയില ഉണ്ടെങ്കിലും നമുക്ക് ഇതങ്ങ് ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് നമ്മൾ കറികൾക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ഒക്കുന്നതാണ്. ഈ കനത്തി വേണം നമ്മൾ പരത്തിയെടുക്കാൻ. കുറച്ച് കട്ട് ചെയ്ത് മാറ്റുക. ആദ്യമേ ഇങ്ങനെ ബാറുകളായിട്ട് കട്ട് ചെയ്യുക, പിന്നെ ക്രോസ് കട്ട് ചെയ്യുക. ഇതെല്ലാം കട്ട് ചെയ്യുക. മുരിങ്ങയില ചേർക്കുന്നതുകൊണ്ട് നമുക്ക് പരത്താനോ കട്ട് ചെയ്തെടുക്കാനോ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ എടുക്കുന്ന പേസ്റ്റ്, എടുക്കുന്ന മാവും നല്ല ക്വാണ്ടിറ്റിയും അതിൻ്റെ അനുപാതത്തിൽ ചേർക്കുമ്പോൾ നമുക്ക് നല്ല പരുവത്തിന്. വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട്. നമുക്ക് വറുത്ത് പോലെ തീ നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണം. അതുപോലെ ഇങ്ങനെ കയ്യിൽ കോരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ എളുപ്പമുണ്ട്. പരത്തി മുറിച്ച് വെക്കുമ്പോൾ നമ്മൾ ഓരോ പ്ലേറ്റിൽ ഒന്നിനൊന്ന് തൊടാതെ ഇട്ട് വെക്കാം. ഡയമണ്ടെല്ലാം വറുത്ത് ഓരിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് പാവ് കാച്ചാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടും. ഇവിടെ പാവെല്ലാം പരുവായിട്ടുണ്ട്. കണ്ടില്ലേ, വലിയ കുമളകളിങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ തൊട്ട് നോക്കുമ്പോൾ നൂല് പരുവത്തി ഒട്ടണം. നോക്കാൻ നിൽക്കരുത്. ഇനി നമുക്ക് വറുത്ത് വെച്ച ഡയമണ്ട് ഇട്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കും. മുരിങ്ങയിലയുടെ ഒരു സ്വാദും മധുരവും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ്. ഈ ഡയമണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.